പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. പത്ത് പേരടങ്ങുന്ന ഒരു ടീം, 10 പേരാ. ഫുട്ബോൾ കളിക്കാൻ പോവല്ല, മറ്റ് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവല്ല കേട്ടോ. ഇത് 10 പേരടങ്ങുന്ന ഒരു ടീം. ഈ ടീമിനകത്ത് ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കിന്ന് രാവിലെ നോക്കണം. ഈ 10 പേരുടെ ടീമിനകത്ത് 5 പേര് എന്താ പറയുക, നോളജുള്ള ആൾക്കാരാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. 5 പേര് ഒരു ബുദ്ധിയും ബോധവും പോക്കണവും ഇല്ലാത്ത കുറച്ച് പേര്, 5 പേര്. അപ്പം ഈ ബുദ്ധി ഇല്ലാത്തവരും ബുദ്ധിയുള്ളവരും, ഇന്ന് രാവിലെ നമ്മുടെ ചിന്ത അവിടെയാണ്. അത് എല്ലാ മേഖലയിലുണ്ട്. ഇവിടെ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം എന്നെഴുതിയിരിക്കുക. 10 പേരുണ്ട്. ഈ 5 എണ്ണത്തിന് ബുദ്ധിയുണ്ട്, 5 എണ്ണത്തിന് ബുദ്ധിയില്ല. അതാണ് പ്രശ്നം. അപ്പം ഈ ബുദ്ധിയുള്ളവരെയും ബുദ്ധിയില്ലാത്തവരെയും തിരിച്ചറിയാൻ എങ്ങനെ പറ്റും എന്നായിരിക്കാം നിങ്ങളുടെ ഒരു പക്ഷേ ചിന്ത. എല്ലാവരുടെയും നടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അവരുടെ ആ സംസാര, ആ ഗാംഭീര്യത്തിലുള്ള സംസാരം കേട്ട് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബുദ്ധി ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാതെ വരുമ്പോഴാണ് നമ്മളെ ബുദ്ധിയില്ലാത്തവർ എന്ന് വിളിക്കുന്നത്. സ്വന്തം കേട്ടോ. ഞാൻ ഈ സാധാരണ ആൾക്കാരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെ ഒരാൾ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ബഹുമാനം അങ്ങോട്ട് കൊടുക്കണം. ഏത് വ്യക്തിയാണോ നിങ്ങളുടെ മുൻപിൽ വരുന്നത് ആ വ്യക്തിയെ നിങ്ങൾ ബഹുമാനിച്ചാലേ നിങ്ങൾക്ക് തിരിച്ച് ബഹുമാനം കിട്ടുകയുള്ളൂ. സ്തോത്രം. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ സഹോദരന്മാരാണ്. എന്നെ സഹോദര എന്ന് വിളിക്കുന്നതിൽ എനിക്ക് യാതൊരു പിണക്കവും ഇല്ല. അതിനകത്തൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ അങ്ങോട്ട് വെറുതെ അങ്ങ് ചീപ്പായിട്ട് കാണുന്ന രീതിയിൽ ഉള്ള അഭിസംബോധന വരുമ്പോഴാണ് നമുക്ക് അല്പം വേദന ഉളവാക്കാറുള്ളത്. സ്തോത്രം. അല്ലാണ്ട് ക്രിസ്തുവിൽ എല്ലാവരും സഹോദരന്മാർ, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഈ ചില ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചില പേര് വിളിച്ച് അഭിസംബോധന ചെയ്യും, ചിലരെ വളരെ ഭവ്യതയോടെ അഭിസംബോധന ചെയ്യും. അത് വേറുകൃത്യം കാണിക്കും. അങ്ങനെ എല്ലാവരെയും അങ്ങനെ വിളിച്ചോ? നിങ്ങളുടെ സഹോദരന്മാർ, ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരനല്ലേ. ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നിങ്ങൾ പറയണം, നിങ്ങളുടെ ഒരു സ്നേഹിതൻ അവിടെ നിൽപ്പുണ്ട്, അദ്ദേഹത്തോട് പറയണം, ബ്രദർ സോയാൻസോ എന്ന് നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക. നല്ല കാര്യം, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതേ രീതിയിൽ തന്നെ വേണം അവിടെ അന്ന് വന്നേക്കുന്ന VIP-നെ വിളിക്കാൻ. പിടികിട്ടിയോ? അതാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിൽ എല്ലാവരും സഹോദരന്മാരാണ്, അത് സത്യമാണ്, അതിനകത്ത് ഒരു മാറ്റമില്ല. പക്ഷേ ചില ആൾക്കാരെ നിങ്ങൾ വല്ലാതെ മോശക്കാരാക്കി കാണുന്ന രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുമ്പോഴാണ് അത് അവർക്ക് വേദന ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് വിളിക്കണം. ഞാൻ എല്ലാവരെയും ശുശ്രൂഷകന്മാരെയൊക്കെ ഞാൻ ഒന്നെങ്കിൽ ദൈവദാസനെന്നോ അല്ലെങ്കിൽ പാസ്റ്ററെന്നോ, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് അദ്ദേഹം പാസ്റ്ററൊന്നുമല്ല, അദ്ദേഹം 10 വർഷം മുമ്പ് പാസ്റ്റർ ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം പാസ്റ്ററൊന്നുമല്ല, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സഹോദര എന്ന് വിളിക്കുമോ? ഇല്ല, ഞാൻ വിളിക്കുകയില്ല. ഇല്ലേ?
നിങ്ങളങ്ങനെ വിളിക്കുമായിരിക്കും, ആ ബ്രദറെ എന്നൊക്കെ വിളിച്ചാൽ മതി. അങ്ങനെയല്ല, അദ്ദേഹത്തിന് ദൈവിക അഭിഷേകം വന്ന ഒരാളല്ലേ. ശൗലിനെ പോലും ദാവീദ് ബഹുമാനിച്ച അങ്ങനെയല്ലേ. സ്തോത്രം. അതൊക്കെ ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ പണിയാണ്. ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ട്, ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ചില്ല. അതാണ് പ്രശ്നം. ഞാനിപ്പം വായിച്ച വേദഭാഗം നിങ്ങൾക്കറിയാമല്ലോ. ബുദ്ധിയുണ്ട്, പക്ഷെ ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ചില്ല. അതാ പ്രശ്നം. ഇവിടെ വിളക്കിൻ്റെ അകത്ത് വിളക്കോടുകൂടി എണ്ണയും കരുതിയ ആൾക്കാരെയാണ് ബുദ്ധിയുള്ളവരായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വിളക്കുണ്ട്, എണ്ണയില്ലാത്ത കുറേ ആൾക്കാർ. സ്തോത്രം. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. അവരുടെ കയ്യിൽ വലിയ വിളക്കാണ്, ഭയങ്കര നീളമുള്ള വിളക്കാണ്. എവിടെ ചെന്നാലും ഈ വിളക്ക് കാണുകയും ചെയ്യാം. ഭയങ്കര വിളക്കാന്നാണ് പറയുന്നത്. പക്ഷേ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ല. ഒരാളെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യേണ്ടത് പിടികിട്ടിയോ? ചിലപ്പോൾ ഈ വിളിക്കുന്ന പാർട്ടി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവദാസനായ ആളായിരിക്കും അദ്ദേഹം. കർത്താവ് വിളിച്ച് വേർതിരിച്ചൊരു ശുശ്രൂഷകനായിരിക്കാം. ബുദ്ധിയില്ലാത്തത് കൊണ്ട്, അല്ലേ, ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് ഒരാളെ എങ്ങനെ ബഹുമാനിക്കണമെന്നറിയില്ല. സ്തോത്രം. ചില ആൾക്കാരങ്ങനെയാണ്. നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അവരെ ബുദ്ധിയില്ലാത്തതിൻ്റെ കൂട്ടത്തിലോട്ട് കൂട്ടുന്നതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. അവിടെ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. സ്തോത്രം. ഞാൻ മിക്കവാറും ദൈവാസന്മാരെ കാണാൻ പറയാറുണ്ട്, ദൈവാസനെ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്തോത്രം. ഓരോരുത്തരും അവരവരുടെ നിരയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവരാണ്. പക്ഷേ അവരെ നാം കാണുമ്പോൾ അവരേതെങ്കിലും ഒരു സഭയുടെ ലേബലിലായിരിക്കും നിൽക്കുന്നത്. അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ നാം അവരെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ്. നാം അത് ചെയ്യണം. അവരെ ബഹുമാനിക്കണം. സ്തോത്രം. അവർ ഒരു ദിവസമായിട്ടുള്ള പാസ്സായിട്ടുള്ള അവരെ ബഹുമാനിച്ചേ പറ്റൂ. അവർ ഒരു 10 വർഷം പാസ്സായിട്ടിരിക്കുന്ന ആളാണോ, ബഹുമാനിച്ചേ പറ്റൂ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കാത്തലിക്സിനെ നിങ്ങൾ ശ്രദ്ധിക്കും. അവരെ സമ്മതിക്കണം കേട്ടോ. കാത്തലിക്സിനെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ വീട്ടിലൊരു അച്ഛനുണ്ടെങ്കിൽ ആ വീട്ടിലെ അമ്മയും അപ്പനും അവിടെയുള്ള സഹോദരന്മാരും അദ്ദേഹത്തെ വിളിക്കുന്നത് എന്തെന്നറിയാമോ? ലൂക്കോസേ എന്നല്ല വിളിക്കുന്നത്. ആണോ? ബാബുമോൻ എന്തിയാടാ എന്നാണോ ചോദിക്കുന്നത്? അവർ വിളിക്കുന്നത് അറിയോ? ഇപ്പം ആ വ്യക്തി കത്തോലിക്ക സഭയിലൊരു പുരോഹിതനാണ് എന്ന് വിചാരിച്ചു. അദ്ദേഹം വീട്ടിലോട്ടൊന്ന് വരിക, അമ്മേനെയൊക്കെ കാണാൻ വരിക. ഉടനെ ഇവർ അയലോക്കംകാരോട് പറയുന്നതെന്നറിയോ? അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അത്രയും ബോധമെങ്കിലും നമ്മുടെ ആൾക്കാർക്കും വേണം. വീട്ടിൽ വന്ന ഉടനെ ബേബിക്കുട്ടി നീ ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ച് പോയല്ലോടാ, അങ്ങനെയല്ല പറയുന്നത്. അച്ഛാ ഭയങ്കര ടയേർഡാണല്ലോ, ക്ഷീണമുണ്ടല്ലോ, അങ്ങനെയാ കേട്ടോ. അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഇത് കേട്ട് പഠിച്ചോ. അത് സ്തോത്രം. അവരാ കൊടുക്കുന്ന ബഹുമാനം കണ്ടോ. അത്രയും ബഹുമാനമൊന്നും കൊടുക്കണ്ട. സ്തോത്രം. എന്തല്ലേ നമ്മുടെ ആൾക്കാർക്ക്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. സ്തോത്രം. നിങ്ങൾ ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എന്നെ നിങ്ങൾ വിളിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ വിളിച്ചാലോ? എന്നെ നിങ്ങൾ വിളിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതും ഒരു ഫങ്ഷൻ ഇടയ്ക്കൊക്കെ വേണ്ട, ഒരു 10 പേര് നിൽക്കുന്നിടത്ത് ഞാൻ നിങ്ങളെ അങ്ങനെ അഭിസംബോധന ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അത്രയും ചിന്തിച്ചാൽ മതി. ഏറ്റവും താഴെ നിൽക്കുന്ന ഞാൻ പറയുന്നത് അത്രയാണ്. എന്നാൽ പിന്നെ എന്നെക്കാളും ടോപ്പിൽ നിൽക്കുന്ന ദൈവദാസന്മാർ പറയുന്നത് അത്ര ഭയങ്കരമായിരിക്കും. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ എല്ലാവരും സഹോദരന്മാർ, അതിന് മാറ്റമൊന്നുമില്ല. ഞാനത് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് എല്ലായിടത്തും ഉണ്ടാകണമെന്നാണ് ഞാനീ പറഞ്ഞത്. അല്ലാണ്ട് ഒരാളുടെ കാര്യത്തിൽ മാത്രം നമ്മളെല്ലാം ക്രിസ്തു സഹോദരന്മാരല്ലേ എന്ന് പറയരുത്. സ്തോത്രം. ഒരാളുടെ കാര്യത്തിൽ മാത്രം അങ്ങനെ പറയരുത്, എല്ലാവരുടെയും കാര്യത്തിൽ. സ്തോത്രം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത ആളുടെ കൂടെ പെടും. പെടുത്താണ്ട് ബുദ്ധിയില്ലാത്ത 5 പേര്, ബുദ്ധിയുള്ള 5 പേര്. എവിടെ എന്തുപയോഗിക്കണം, എന്ത് ചെയ്യണം എന്നറിയാവുന്ന ബുദ്ധിയുള്ള 5 പേര്. ഇതൊന്നും അറിയാത്തില്ലാത്ത ബുദ്ധിയില്ലാത്ത 5 പേര്. സംഭവിച്ചത് നിങ്ങൾക്ക് കേൾക്കണോ? എന്തിനു വേണ്ടി ഇവർ വന്നത്? ആ കാര്യത്തിൽ ബുദ്ധിയുള്ളവർ പോയി, ബുദ്ധിയില്ലാത്തവരിവിടെ കടന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെന്ന് പറയുന്നത്.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കെല്ലാവരെയും ബഹുമാനിക്കാം. സ്തോത്രം. എല്ലാവരെയും ബഹുമാനിക്കാം. ഇന്നലെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ദൈവദാസന്മാരെ നമുക്ക് ബഹുമാനിക്കാം. ഞാൻ ബൈബിൾ കോളേജ് വിദ്യാർത്ഥി, ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിപ്പോൾ അത് പലയിടത്തും ഞാൻ കേൾക്കുന്നുണ്ട്. ഇദ്ദേഹം എൻ്റെ ശിഷ്യനാ. അങ്ങനെ പറയരുത് കേട്ടോ. അദ്ദേഹം കർത്താവിൻ്റെ ശിഷ്യനാന്ന് പറഞ്ഞു. എനിക്കൊരുപാട് ശിഷ്യന്മാരുണ്ട്. അയ്യോ, നിങ്ങൾക്കുള്ള ശിഷ്യന്മാരെ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം, എന്നിട്ട് അതല്ല കർത്താവിൻ്റെ ശിഷ്യന്മാരാന്ന് പറഞ്ഞേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 28-ാം അധ്യായം നിങ്ങളെ കണ്ണിൽ പെട്ടില്ലേ? മത്തായി സുവിശേഷം 28:19-20. മലയാളത്തിൽ അത് തലയും കുത്തി എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷിലെടുത്ത് വായിച്ചു നോക്കി, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. എല്ലാവരെയും ശിഷ്യരാക്കിയിട്ട് സ്നാനപ്പെടുത്താൻ എഴുതിയേക്കുന്നത്, അല്ലാണ്ട് സ്നാനപ്പെടുത്തി ശിഷ്യരാക്കാനല്ല. അതാണ് മലയാളത്തിൽ പറ്റിയ വലിയ അപകടം. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാവരെയും സ്നാനപ്പെടുത്തിയിട്ട് ശിഷ്യരാക്കിക്കോളാൻ. എന്നാൽ അത് നേരെ തിരിച്ചാണ്, ശിഷ്യരാക്കിയിട്ട് സ്നാനപ്പെടുത്താൻ എഴുതിയേക്കുന്നത്. ആരുടെ ശിഷ്യനാക്കാനാ? ക്രിസ്തുവിൻ്റെ ശിഷ്യനാക്കാനാ, അല്ലാണ്ട് നിങ്ങളെ എൻ്റെ ശിഷ്യനാക്കാനല്ല കേട്ടോ. ബുദ്ധിയില്ല. ഞാൻ പറഞ്ഞില്ലേ, വലിയ വിളക്കാ, പക്ഷേ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഇല്ല. പിടി കിട്ടിയോ? അതുകൊണ്ട് ഇനിയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറയുമ്പം ഇതെൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞേക്കരുത്. എനിക്ക് അദ്ദേഹത്തെ ദൈവവചനം അല്പം പറഞ്ഞു കൊടുക്കാൻ പറ്റി. സ്തോത്രം. അദ്ദേഹം ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. നിങ്ങളെ ശിഷ്യനാന്ന് പറയുമ്പോഴത്തേക്ക് സംഭവം മാറി കേട്ടോ, സംഭവം മാറി. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്നൊരു വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരനും ഭയങ്കര വാശിക്കാരനുമാണെങ്കിൽ നിങ്ങളുടെ ശിഷ്യനും ആ പരുവത്തിലാണെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു പഠിപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ശിഷ്യന്മാരില്ലെന്നേ, കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും. നമ്മൾ ഒരാളെ ക്രിസ്തു എന്ന തലയോളമാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. ആ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ടാണ് മാറേണ്ടത് അവൻ, അല്ലാണ്ട് നമ്മുടെ ആരുടെ ശിഷ്യനല്ല. പ്രത്യേകിച്ച് ഈ ബൈബിൾ കോളേജിലെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് ഈ ഒരു പ്രയാസമുള്ളത്. പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ അടുത്തിടയ്ക്കൊരു ബൈബിൾ സ്കൂൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടു, എനിക്കൊരുപാട് പേരെ ക്രിസ്തുവിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കർത്താവ് അവസരം ഒരുക്കി. അവരൊക്കെ ഇന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. ഞാൻ അമ്പരന്ന് പോയി അയാളുടെ വാക്ക് കേട്ടിട്ട്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരുപാട് പേരെ കർത്താവിൽ വചനം പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പേടിച്ചാണ് പറയുന്നത്. അവർക്ക് വചനം അല്പമായി പറഞ്ഞു കൊടുക്കാൻ, ഈ 3.5-4 വർഷം കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അവരെല്ലാം ഇന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാഥ് അദ്ദേഹം മിണ്ടിയില്ല. ഞാനത് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല സാധാരണ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. എന്നാലും അദ്ദേഹം പറയുക, അത് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. കണ്ടോ, വലിയ വിളക്കാ, പക്ഷെ എണ്ണയില്ല, എണ്ണ കരുതിയില്ല. ലോകത്തിൽ അറിയപ്പെടുന്ന വിളക്കായിരിക്കും. യൂട്യൂബിലോട്ട് പോയി കേട്ടെ, ചിലതൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് ചിരി വരും. എനിക്ക് 1000കണക്കിന് ശിഷ്യന്മാരുണ്ട്. അയ്യോ, ബുദ്ധിയില്ല. സ്തോത്രം. നിനക്കല്ല 1000കണക്കിന് ശിഷ്യന്മാരുള്ളത്, ക്രിസ്തുവിനാണ് 1000കണക്കിന് ശിഷ്യന്മാരുള്ളത്. ആമേൻ. സ്തോത്രം. വചനമൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷേ ഈ ഒരു കാര്യത്തിൽ വരുമ്പം അല്പം പൊങ്ങനായി പോവുകയാണോ എന്നൊരു സംശയം. അല്പം പൊങ്ങനായി പോവുക. അങ്ങോട്ട് എന്താ പറയുക, തന്നെത്താൻ ഉയർത്തുന്ന ഒരു സെറ്റപ്പിലേക്ക് വരിക. വേണ്ട, അപകട. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നവർക്കെല്ലാം നല്ല ബുദ്ധിയുണ്ടെന്നേ, അതുകൊണ്ടാണ് അവർ ഇത് കേട്ടപ്പോൾ ചിരിച്ചു കാണും, അറിയാതെ ചിരിച്ചു കാണും അല്ലേ. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പറയാം. ഇപ്പം ഞാൻ എൻ്റെ ഇത് രാവിലത്തെ സന്ദേശം ഏകദേശം 685 സന്ദേശങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരുപാട് പേര് കേൾക്കുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ആരും ലൈക്കും ചെയ്യേണ്ട. നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതി, അവർ കേൾക്കട്ടെ. അതേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും ലൈക്കും ചെയ്യണേ ഒന്നും ഞാൻ പറയാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാകളത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എനിക്കെന്തിന് ലൈക്ക്, എനിക്കെന്തിന് സബ്സ്ക്രൈബ്. ശ്രദ്ധിച്ചേ, ഒരുപാട് പേരുടെ കാര്യങ്ങളിൽ കിട്ടാൻ നല്ലതാണ്, അതൊക്കെ നല്ലതാണെന്ന് ഞാൻ പറയുന്നു. കാരണം അതിനകത്തൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ല ഞാനിത് തുടങ്ങിയത്, അത് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത്. സ്തോത്രം. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയത്തൊന്നുമില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോ. ഇനി ചില ആൾക്കാർക്ക് രാവിലെ ഇത് കിട്ടണമെങ്കിൽ, ഈ സന്ദേശം കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും. അങ്ങനെ ഒരു നിയമമുണ്ട്. ഇനി അതിനകത്തുള്ള വല്ല ബെനിഫിറ്റും ഉണ്ടെങ്കിൽ അത് ലഭിക്കുന്നവർക്ക് ലഭിക്കട്ടെ, നല്ല കാര്യം. ഇതൊന്നും മോശമല്ലെന്ന്. പിന്നെ അതിന് വേണ്ടി അങ്ങോട്ട് കരഞ്ഞ് നടക്കരുതെന്ന് പറയാനാണ് ഞാൻ ഈ വന്നത്.
സ്തോത്രം. ശ്രദ്ധിച്ചേ, നമുക്ക് ശിഷ്യന്മാരില്ല കേട്ടോ, നമുക്ക് ശിഷ്യന്മാരില്ല. നമ്മൾ ശിഷ്യന്മാരെ വാർത്തെടുത്ത് ആരുടെ ശിഷ്യനെയാണ് വാർത്തെടുക്കുന്നത്? കർത്താവിൻ്റെ ശിഷ്യനെയാണ് വാർത്തെടുക്കുന്നത്. അല്ലാണ്ട് എൻ്റെ ശിഷ്യനെയല്ല ഞാൻ വാർത്തെടുക്കുന്നത്. സ്തോത്രം. എൻ്റെ ശിഷ്യനെ അല്ല ഞാൻ വാർത്തെടുക്കുന്നത്. അത് നന്നായിട്ട് ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കാനല്ല പറഞ്ഞത്, കർത്താവിന് ശിഷ്യന്മാരെ ഉണ്ടാക്കണം. അതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. അതായിരിക്കട്ടെ. ഈ 2024 എല്ലാവരും, എൻ്റെ ഒരു തീരുമാനം, എല്ലാവരും ഞാൻ ബഹുമാനിക്കും. എല്ലാവരും എൻ്റെ വാക്കുകൾക്ക് കൊണ്ട് പോലും അവർക്കൊരു പോറലുണ്ടാകാത്ത വിധത്തിൽ അവരെ ബഹുമാനിക്കും, ഏത് വേദിയിലായിരുന്നാലും. സ്തോത്രം. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനിഷിതമായ യേശു ക്രിസ്തു നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം. 5 പേര് ബുദ്ധി ഉണ്ടായിരുന്നു, 5 പേര് ബുദ്ധിയില്ലാത്തവരായിരുന്നു. ബുദ്ധിയുള്ളവർ വിളക്ക് അവരുടെ കയ്യിലുണ്ടെങ്കിലും അവരുടെ കൂടെ എണ്ണ ഉണ്ടായിരുന്നു. ബുദ്ധിയില്ലാത്തവർക്ക് വിളക്കുണ്ട്, പക്ഷേ എണ്ണയില്ല. ആമേൻ. 5 പേര് തള്ളപ്പെട്ടു, 5 പേര് എടുക്കപ്പെട്ടു. കർത്താവേ, ഞങ്ങളുടെ നില എങ്ങനെയുണ്ട്? കർത്താവേ, ഞങ്ങളുടെ നിലവിളക്ക് എങ്ങനെയുണ്ട്? കർത്താവേ, ഞങ്ങളുടെ ചിന്തകൾ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ വിചാരങ്ങൾ എങ്ങനെയുണ്ട്? ഈ രാവിലെ സമയം ഞങ്ങളെ തന്നെ പരിശോധിക്കുക. അങ്ങ് ഞങ്ങളെ ഒന്നുകൂടെ നന്നായിട്ട് രൂപപ്പെടുത്തിയെടുക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കാനല്ല ഞങ്ങളുടെ താല്പര്യം, അങ്ങേക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കുവാൻ, വാർത്തെടുക്കുവാൻ ഞങ്ങളാവോളം പ്രയത്നിക്കാൻ ഞങ്ങളെ പ്രയത്നിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഹൃദയം തുറന്ന് ഈ ദേവദാസന്മാരെ, ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ദൈവം കൃപ ചെയ്യണം. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, നിങ്ങൾ ഒരുപാട് പേർക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക്, അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേരെ ദൈവവചനം പഠിക്കാൻ അവസരങ്ങളും നിങ്ങളുടെ സാമ്പത്തിക നന്മ കൊണ്ട് ഒരുപാട് പേരെ കർത്താവിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ പ്രശംസനീയമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും നമ്മൾ മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ശിഷ്യന്മാരില്ല. സ്തോത്രം. ക്രിസ്തുവിനാണ് ശിഷ്യന്മാർ. ആമേൻ. ശിഷ്യന്മാർ പെരുകി വരുന്നു. ആർക്കാ? ക്രിസ്തുവിന്. ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. ആരുടെ? ക്രിസ്തുവിൻ്റെ. സ്തോത്രം. പിടികിട്ടിയോ? അതുകൊണ്ട് ബുദ്ധിയില്ലാത്ത പരുവത്തിലേക്ക് പോകരുത്. ബുദ്ധിയുള്ളവരെ നമുക്ക് മാറാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.